ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബയോകെഫിയൻ. നമ്മുടെ വണ്ടികളൊക്കെ വാഷ് ചെയ്യാനായിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ചെയിലൂപ്പ് ചെയ്യാനായിട്ട് പുറത്തേക്ക് കൊടുക്കുമ്പോൾ എന്തായാലും ഒരു രണ്ടിനും കൂടി 400-500 രൂപയൊക്കെ വരും. അപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ വളരെ ചുരുങ്ങിയ ചിലവിൽ നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്യാനും അതോടൊപ്പം നല്ല കിടലിനായിട്ട് ചെയിലൂപ്പ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. Just like the street lights lit this town, like a fire in a blaze, gotta burn it down. Can't be afraid to leave this out. We got this far, don't know how. I see danger in us. അപ്പോൾ നമ്മുടെ ചെയിൻ ലൂബിയേക്കാൾ മുമ്പായിട്ട് നമുക്ക് വണ്ടി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ വാഷ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കീകളൊക്കെ ഒന്ന് ഊരി വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ മീറ്റർ ഒന്ന് മൂടി വയ്ക്കണം, കവർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സൈലൻസർ കവർ ചെയ്യാം. പിന്നെ നമുക്കിവിടെ റേഡിയേറ്ററും കവർ ചെയ്യണം. ആദ്യം തന്നെ സൈലൻസർ ഒന്ന് മൂടാം. അപ്പോൾ വണ്ടി കഴുകണേക്കാൾ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വണ്ടി നല്ല ഹീറ്റുള്ള സമയത്ത് വാഷ് ചെയ്യരുത്. കാരണം നല്ല ഹീറ്റുള്ള സമയത്ത് ഈ എഞ്ചിനിലേക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അത് എഞ്ചിൻ കേസിൻ്റെ പ്രോപ്പർട്ടീനെ ബാധിക്കും. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഓയിൽ കൂൾ ചെയ്യാനുള്ള റേഡിയേറ്റർ ഒന്ന് കവർ ചെയ്യാം. ഓക്കെ, ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ മീറ്റർ ഒന്ന് കവർ ചെയ്യാം. കാരണം ഇതിലേക്ക് വെള്ളം കയറാൻ ഒരു പക്ഷേ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ മൂടി വയ്ക്കണേ. വെള്ളം കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇലക്ട്രോണിക് ഉപകരണമായതുകൊണ്ട് ഒരു പക്ഷേ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു എക്സ്പൾസും കൂടി നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ റേഡിയേറ്റർ കൂടി നമുക്കൊന്ന് മൂടാം. ഈ റേഡിയേറ്റർ എന്തിനാ മൂടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള തിന്നായിട്ടുള്ള മെറ്റൽ പാർട്സൊക്കെ ചിലപ്പോൾ ബെൻഡ് ആവാനും ചിലപ്പോൾ ലീക്ക് വരാനൊക്കെ സാധ്യതയുണ്ട്. ഇനി നമുക്ക് സൈലൻസർ പോകാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ വണ്ടിയിലൊന്ന് കുളിപ്പിക്കാം. അപ്പോൾ കുളിപ്പിക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഡയറക്റ്റ് മോട്ടർ അടിച്ചേക്കാട്ടോ. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. രണ്ട് വണ്ടി ചെറുതായിട്ടൊന്ന് നനച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബക്കറ്റിൽ 3/4 ഭാഗത്തോളം വെള്ളം എടുക്കാം. എന്നിട്ട് അതിലേക്ക് ലേക്ക് റോൾ, ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇതിന് 5 രൂപയുള്ളൂ വില. അപ്പോൾ 2 വണ്ടി കഴുകാനുള്ള കാരണം നമുക്ക് ഈ 2 പാക്കറ്റിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഈ ഒരു ലേക്ക് റോള് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉപകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇതിൻ്റെ കമ്പനി പറയുന്നത് വാക്സ് ഫിനിഷും കൂടി കിട്ടുന്നതാണ്. അപ്പോൾ ഞാനത് ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നല്ല അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. അത്യാവശ്യം നല്ല മണക്കുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ചെളിയൊന്നും ഇല്ലാത്ത നല്ലൊരു കോട്ടൺ തുണി എടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് വണ്ടി ഒന്ന് തുടയ്ക്കാം. അപ്പോൾ അതിൽ ശരിക്കും ഒന്ന് മുക്കിയിട്ട് ആദ്യം ഷോക്കപ്പ് ചെയ്യാൻ തുടങ്ങാം. ഇനി നമുക്ക് നമ്മുടെ റിമ്മൊക്കെ ഒന്ന് നന്നായിട്ട് തുടയ്ക്കാം. അപ്പോൾ റിമ്മിൻ്റെ ഇവിടേക്ക് ഈ കമ്പനിയൊക്കെ നല്ല സമയം എടുത്ത് തന്നെ തുടയ്ക്കാം. അതിന് ചെളിയും കാര്യങ്ങളും ഓയിലൊക്കെ പറ്റി പിടിച്ചിരിക്കണ്ടാവും. അപ്പോൾ നമ്മുടെ വണ്ടിയാണ്, നമ്മൾ നന്നായിട്ട് കൊണ്ടു നടന്നാൽ ശരിക്കും കുറേ നാൾ കൊണ്ടു നടക്കാം. ഇനി നമുക്കിവിടെ ഈ ഒരു ഷോക്ക് പിൻ്റെ ഭാഗത്തേക്ക് തുടയ്ക്കാം. ഈ ഷോക്ക് പിൻ്റെ ഉള്ളിലൊക്കെ ചെളിയൊക്കെ കയറിയിട്ടുണ്ടാവും. അത് തുടയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും റിസ്ക് എടുത്ത് തന്നെ തുടയ്ക്കാം. അവൻ പറഞ്ഞ മാതിരി തന്നെ ഞാൻ ഈ ഷോക്കപ്പിൽ നിന്ന് തന്നെ തുടങ്ങാണ്. അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഷോക്കപ്പ് കഴുകുമ്പോ ശരിക്കും നന്നായിട്ട് തേച്ച് അടിച്ച് തന്നെ കഴുകാം, അല്ലെങ്കിൽ പിന്നെ ചെളിയൊന്നും പോവില്ല. ഈ വണ്ടിയുടെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഈ വണ്ടിക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല.
പക്ഷെ ഹിമാലയ്ക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ട്. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം നമ്മളിപ്പോൾ ചെയിൻ ലൂബൊക്കെ ചെയ്യണമെങ്കിൽ ചെയിൻ ലൂബൊക്കെ അടിക്കണമെങ്കിൽ അത് ഒരു പോരായ്മ തന്നെയാണ്. കാരണം നമുക്ക് ഇത് കറക്കാൻ പറ്റൂല. നമ്മൾ ഒരാൾ താങ്ങിയിട്ട് വേണം ഇത് കറക്കാൻ. അപ്പോൾ അതൊരു പോരായ്മയാണ് എനിക്ക് തോന്നിയത്. ഇക്രോൾ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വണ്ടി ഒന്ന് പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വെള്ളം തളിപ്പിക്കാം. ഒരു ഡയറക്റ്റ് മോട്ടർ അടിക്കുന്ന കാരണം അത്യാവശ്യം നല്ല പവറിൽ വെള്ളം കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ചെല്ലേക്ക് അത്യാവശ്യം നന്നായിട്ട് പോയി കിട്ടുന്നു. നമ്മുടെ വണ്ടിയുടെ കഴുകൽ ചടങ്ങ് കഴിഞ്ഞ് വണ്ടി നല്ല അടിപൊളി കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഉണക്കാൻ വെക്കാം. അപ്പൊ അതുവരേക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വണ്ടി ഉണങ്ങി നന്നായിട്ട് തിളങ്ങി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടിയാണ് ചെയിൻ ലൂബിങ്. അപ്പൊ ചെയിൻ ലൂബ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ അത് ഡീസൽ വാഷ് ചെയ്യണം നമ്മുടെ ചെയിൻ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുപ്പിയിൽ ഡീസൽ അറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കുപ്പിയുടെ ഈ ഒരു ഹോൾ, ഇവിടെ ഒരു ഹോൾ ഇടാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഡീസൽ ഒഴിക്കാം. അപ്പൊ ഒന്ന് കാണാം. അപ്പോൾ ഈ ചെയിനിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇറ്റിച്ച് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ ചെയിൻ ഒന്ന് കറക്കി കൊടുക്കുക. അങ്ങനെ എല്ലായിടത്തേക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഈ ഇതുമ്മ പറ്റി പിടിച്ചിരിക്കുന്ന കുറേ അഴുക്കുകളൊക്കെ ഒന്ന് ലൂസായി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എക്സ്പൾസിന് ചെയ്യാം. പക്ഷേ എക്സ്പൾസ് ചെയ്യുമ്പോൾ ഒരാൾ സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്ത കാരണം ഒരാളുടെ ആവശ്യം കൂടി ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഡീസൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡീസൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം. എന്നാലേ ഈ ഡീസൽ ഇതിലുള്ള ആ ഒരു ഓയിലൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് അതിനെ ഇളക്കി കളയുള്ളൂ. അപ്പോൾ നമ്മുടെ ഡീസൽ ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നോക്കി കാണാം ഇതിലെ ഈ ചെളിയും കറയൊക്കെ ഒന്ന് ഇളകി ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഡീസൽ ഒരു പാത്രത്തിലെടുക്കാം. അതിനുശേഷം ഒരു പഴയ ബ്രഷ് എടുത്തിട്ട്, ഞാനിപ്പോൾ എൻ്റെ പഴയൊരു ടൂത്ത് ബ്രഷ് എടുത്താണ്. ഇനി ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഡീസലിൽ മുക്കി പയ്യെ പയ്യെ ഇതിൻ്റെ കറ ഒന്നും കൂടി നമുക്ക് തേച്ച് വരച്ച് കഴുകാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് കഴുകണം. ആ ചെളിയൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് നമ്മുടെ ചെയിൻ്റെ ലൈഫ് കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചെയിൻ ഇതുപോലെ ക്ലീൻ ആക്കുമ്പോൾ ആദ്യം ഈ ഒരു സൈഡ് ക്ലീൻ ആക്കാം. അതെ, പിന്നെ ഈ ഒരു സൈഡ് ക്ലീൻ ആക്കാം. അങ്ങനെ 4 സൈഡ് നമുക്ക് ക്ലീൻ ആക്കണം. അപ്പോൾ ചെയിൻ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു ക്രാങ്കും കൂടി നമുക്ക് ക്ലീൻ ആക്കണം. അപ്പോൾ അതും ഇതുപോലെ ബ്രഷ് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വരച്ച് ക്ലീൻ ആക്കാം. അപ്പോൾ ബ്രഷ് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു തുണി എടുത്തിട്ട് ഇത് ശരിക്കും തുടച്ച് കളയാം. അപ്പോൾ അഴുക്കൊക്കെ ശരിക്കും പോകണം. അപ്പോൾ നന്നായിട്ട് തന്നെ തുടയ്ക്കുക. ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് തുടയ്ക്കും. ഇങ്ങനെ തുടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും വീര് ഇങ്ങനെ തിരിക്കരുത്. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ തുണി ഇതിൻ്റെ ഉള്ളിൽ കയറി കൈയൊക്കെ ചിലപ്പോൾ ജാമാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീരെപ്പോഴും ഈ ഒരു ഡയറക്ഷനിൽ തിരിക്കുക. അങ്ങനെ നമ്മുടെ ഡീസൽ വാഷൊക്കെ കഴിഞ്ഞ് ചെയിൻ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയിൻ ലൂബ്രിക്കേഷനാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തത് ഭാരത് പെട്രോളിയത്തിൻ്റെ മാക്സ് സ്പൈറൽ എന്ന് പറയുന്ന ഈ ഒരു ഓയിലാണ്. ഇത് 500 ml ഉണ്ട്. 500 ml വെറും 110 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഒരു ഇത്തിരിക്കോളം മതി നമുക്ക് ഈ ചെയിൻ ഒന്ന് ലൂബ്രിക്കേഷൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ ലൂബ്രിക്കൻസ് മേടിക്കാൻ കിട്ടും. അതിന് ഏകദേശം ഒരു 150 ml തന്നെ 200 മേലെ വില വരുന്നുണ്ട്. അപ്പോൾ അതിന് നല്ലത് നമുക്ക് ഇനി ഈ ഒരു ഓയിൽ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് പകർത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഡീസൽ ഉപയോഗിച്ച് കഴുകിയ ആ ബ്രഷ് ഇതിലേക്കൊന്ന് മുക്കുക. എന്നിട്ട് പയ്യെ പയ്യെ ഈ ചെയിൻ മേലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ഇതാവരുത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവിടെ നിന്ന് ഒരു മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പക്ഷേ ഈ ഓവറായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ ചെളിയും പൊടിയൊക്കെ പറ്റി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ പയ്യെ 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 ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് 4 വശത്തും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. അങ്ങനെ ചെയിൻ ലൂബ്രിക്കേഷൻ ഇവിടെ ഏകദേശം
കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വീലൊന്ന് കറക്കി വെക്കാം. അങ്ങനെ നമ്മൾ 2 വണ്ടിയും കഴുകി വൃത്തിയാക്കി ലൂബ്രിക്കേഷൻ പ്രോസസ് ഒക്കെ തീർത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ എക്സ്പൾസിന്റെ വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ ലൂബ്രിക്കേഷൻ ഒന്ന് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം. അതുവരെയും ബൈ.